മലേഷ്യയിലെ നമ്മളെ 4ാമത്തെ ദിവസം. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നാളെ ഇവിടെ പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഈ ഒരു സ്കേർട്ട് വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ അതിൻ്റെ ആ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഈ ഒരു പ്ലേസിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി ഞാൻ വേറെ തന്നെ മാറ്റി വെച്ചതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിനെ. ഒരു 45 മിനിറ്റ് ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പ്ലേസിലേക്ക് എത്തിയിട്ടോ. തിയാൻ ഹ്യൂ ടെമ്പിൾ എന്നാണ് ഈ ഒരു ടെമ്പിളിൻ്റെ പേര്. ഒരു ഹില്ലിൻ്റെ മുകളിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. കോലാലംപൂരിൽ തന്നെയാണ് ഈ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചൈനീസ് ലുക്കാണ്. അതൊരു ചൈനീസ് ടെമ്പിളാണ്. കടലിലെ ദേവതനെയാണ് തിയാൻ ഹൂ എന്ന് പറയുന്നത്. ഈ ഒരു ടെമ്പിളിന് 4 ഫ്ലോറാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ സ്റ്റോൾസും വെജിറ്റേറിയൻ ക്യാൻറ്റീനുമാണ് ഉള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ വെഡ്ഡിംഗ് രജിസ്ട്രേഷൻ ഹാളും 3rd ഫ്ലോറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ആണുള്ളത്. പിന്നെ 4ാമത്തെ ഫ്ലോറിലാണ് മെയിൻ പ്രെയർ ഹാളും വരുന്നുള്ളത്. ആ ഒരു ടെമ്പിളിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും ഫോട്ടോ പോയിൻ്റാണ്. നമ്മൾ താഴ്ന്നേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടാണ് മുകളിലോട്ട് കയറിയത്. നമ്മൾ പോയ ആ ഒരു ടൈമിൽ തന്നെ അവിടെ കുറേ വെഡ്ഡിങ് നടക്കുന്നുണ്ടായിരുന്നു. ചൈനീസ് ആൾക്കാരുടെ വെഡ്ഡിങ്ങാണ് ഈ ഒരു അമ്പലത്തിൽ നടക്കാറുള്ളത്. നമുക്ക് അവിടുന്ന് കുറേ വെഡ്ഡിങ്ങും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടാണ് ആ ഒരു അമ്പലത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ വെച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടേക്കും നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അവിടെ പ്രെയർ നടക്കുന്നതുകൊണ്ട് ആരെയും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. മുട്ടുകുത്തിയിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നമ്മളും പ്രാർത്ഥിച്ചു. അതിനുള്ളിൽ അവർ പ്രെയർ ചൊല്ലുന്നത് എല്ലാവർക്കും കേൾക്കായിരുന്നു. നെക്സ്റ്റ് ഒരു വെഡ്ഡിങ് കഴിഞ്ഞ കപ്പിൾസിൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. ഇവിടെ വരുന്ന ആരും ഫോട്ടോസൊന്നും എടുക്കാതെ പോവേയില്ല. അത്രക്കും ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ ഒരു അമ്പലം. ആപ്പിൻ്റെ ചിന്നുപൂച്ചയെ നമ്മളൊന്നിച്ച് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ച് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കൊരു പീസ്ഫുൾ ആൻഡ് നല്ല അടിപൊളിയായിരുന്നു ആ ഒരു പ്ലേസ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു കേട്ടോ. ഇവിടെയാണ് ക്യാൻറ്റീൻ ഉള്ളത്. വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തോട്ട് വന്നു. ഈ ഒരു സൈഡായിട്ട് ഇവിടെ കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്ലേസും കൂടി ഉണ്ടായിരുന്നു. ആപ്പിൻ്റെ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ഫേവറേറ്റ് സ്പോട്ട് ഇതായിരുന്നു കേട്ടോ. എല്ലാ ആനിമലിൻ്റെ മുകളിൽ കയറിയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ആ ഒരു അമ്പലത്തിൽ നിന്ന് തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് തിരിച്ച് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാഞ്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഇവിടുത്തെ നാഷണൽ ഫുഡായ ലാസി ലെമാക്കാണ് നമുക്ക്. ഈ ഒരു ഫുഡ് വ്ളോഗ് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ബൈ.